ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളിലായി സ്ഥിതി ചെയ്യുന്ന അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെയും ഒക്ടോബർ മാസത്തിലെ നക്ഷത്ര ഫലങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ആദ്യം മേടക്കൂർ നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് സൂര്യാദി ഗ്രഹങ്ങളുടെ പ്രതികൂല സഞ്ചാര ഫലമായി യാത്രാ ദുരിതങ്ങളും ഉദരരോഗം, നേത്രരോഗം തുടങ്ങിയ രോഗാരിഷ്ടതകളും ഭാര്യ ഭർത്തൃ വിരഹങ്ങളും കാര്യ തടസ്സങ്ങളും ധനനഷ്ടങ്ങളും മനോദുഃഖങ്ങളും തുടങ്ങിയ അശുഭാനുഭവങ്ങൾ ഉണ്ടായേക്കാം എന്നതിനാൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. അശുഭ അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനും ശുഭ അനുഭവങ്ങളുടെ പുഷ്ടിക്കും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്. അടുത്തത് ഇടവം രാശിക്കാരായ കാർത്തിക 2, 3, 4 പാദക്കാർക്കും രോഹിണി നക്ഷത്രക്കാർക്കും മകയിരം നക്ഷത്രം 1, 2 പാദക്കാർക്കും ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ ഇഷ്ടഭാവത്തിലൂടെയുള്ള സഞ്ചാര നിമിത്തം ഇടപാടുകളിൽ നിന്ന് എല്ലാം വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള ധനലാഭങ്ങളും ദാമ്പത്യ സുഖവും ശത്രുക്കൾക്ക് നാശവും അഥവാ ശത്രുക്കളുടെ മേൽ വിജയങ്ങളും സ്ഥാനമാനങ്ങളുടെ ലാഭവും മനസ്സിൽ ആഗ്രഹിക്കുന്നതായ എല്ലാ കാര്യങ്ങൾക്കും വിജയങ്ങളും ഭാഗ്യ ദേവതാ കടാക്ഷങ്ങളും പലവിധങ്ങളായ ദ്രവ്യങ്ങളുടെയും ലാഭവും മനസ്സിനും ശരീരത്തിനും ശക്തിയും അനുഭവം ആകും. എന്നാൽ രാഹു കേതുക്കളുടെ അനിഷ്ട സഞ്ചാര ഫലമായി ചീത്ത കൂട്ടുകെട്ട് കൊണ്ട് വന്നു ചേർന്നേക്കാവുന്ന ദൂഷ്യങ്ങളെയും ഉദരരോഗം, ഹൃദ്രോഗം തുടങ്ങിയ രോഗാരിഷ്ടതകളും ഇടപാടുകളിലെ അശ്രദ്ധ കൊണ്ട് ഉണ്ടാകാവുന്ന ധനനഷ്ടങ്ങളെയും പ്രത്യേകം കരുതി ഇരിക്കണം. ശുഭാനുഭവങ്ങളുടെ പുഷ്ടിക്കും അശുഭ അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനും ദേവീക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്. അടുത്തത് മിഥുനക്കൂർ നക്ഷത്രക്കാരായ മകയിരം 3, 4 പാദങ്ങളിൽ ജനിച്ചവർക്കും തിരുവാതിര നക്ഷത്രക്കാർക്കും പുണർദം നക്ഷത്രം 1, 2, 3 പാദങ്ങളിൽ ജനിച്ചവർക്കും ബുധൻ, വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ ഇഷ്ടഭാവത്തിലൂടെയുള്ള സഞ്ചാര ഫലമായി ദാമ്പത്യ സുഖവും വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യുവാനുള്ള പ്രായോഗിക ബുദ്ധിയും ശത്രുക്കൾക്ക് നാശവും അഥവാ ശത്രുക്കളുടെ മേൽ വിജയങ്ങളും ഇടപാടുകളിൽ നിന്ന് മെച്ചപ്പെട്ട രീതിയിലുള്ള ധനലാഭങ്ങളും ഉണ്ടാകും. എന്നാൽ മറ്റ് ഗ്രഹങ്ങളുടെ അനിഷ്ടഭാവ സഞ്ചാര ഫലമായി ഭാര്യാഭർത്തൃ വിരഹം, സന്താനങ്ങൾക്ക് ക്ലേശാനുഭവങ്ങൾ, രോഗാരിഷ്ടതകൾ, ശത്രുക്കളായവരിൽ നിന്നും ഉണ്ടാകാവുന്ന ഉപദ്രവങ്ങൾ, കാര്യതടസ്സങ്ങൾ, ജനങ്ങളുമായി കലഹിക്കുവാനുള്ള പ്രവണതകൾ, ഹൃദ്രോഗ പീഡകൾ, ഇടപാടുകളിലെ ധനനഷ്ട സാധ്യതകൾ എന്നിവകൾ കരുതി ഇരിക്കുകയും ജാഗ്രത ഉണ്ടാകുകയും ആവശ്യമാണ്. ശുഭഫലങ്ങൾ പുഷ്ടിയോടുകൂടി അനുഭവം ആകുവാനും അശുഭ ഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും
ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണവും ഏറെ ഉത്തമമാണ്. അടുത്തത് കർക്കിടകക്കൂറ് നക്ഷത്രക്കാരായ പുണർദം 4-ാം പാദവും പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് ശുക്രന്റെ ഇഷ്ടഭാവത്തിലൂടെയുള്ള സഞ്ചാരം നിമിത്തമായി ഇടപാടുകളിൽ നിന്ന് വളരെ വലിയ ധനലാഭങ്ങളും ഉയർന്ന സ്ഥാനമാനങ്ങളുടെയും പദവികളുടെയും ലഭ്യതയും ഉദ്യോഗസ്ഥരായവർക്കും മറ്റും പ്രമോഷനുകൾ തുടങ്ങിയ സ്ഥാന കയറ്റങ്ങളും തുടങ്ങിയ ശുഭഫലങ്ങളും ചീത്ത കൂട്ടുകെട്ട് കൊണ്ട് ഉണ്ടായേക്കാവുന്ന ദോഷഫലങ്ങളും ധനനഷ്ട സാധ്യതകളും കരുതിയുള്ള ഇടപെടലുകളും കലഹങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള പരിശ്രമവും ഉണ്ടാകണം. സർക്കാരിൽ നിന്നുള്ള പിഴകൾ പോലെയുള്ള പീഡകളും ശത്രുക്കളിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ഉള്ള ഉപദ്രവങ്ങളും കരുതി ഇരിക്കണം. ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും ദേവീക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്. അടുത്തത് ചിങ്ങക്കൂറ് നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം 1-ാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് പൊതുപ്രവർത്തകർക്കും മറ്റും സ്ഥാനമാനങ്ങളുടെ ലാഭവും ശത്രുക്കളുടെ നാശമോ അല്ലെങ്കിൽ അവരുടെ മേൽ വിജയങ്ങളോ ഉണ്ടാകുന്നതാണ്. ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാകും. രോഗികളായിരുന്നവർക്ക് രോഗശമനമുണ്ടാകും. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഇടപാടുകളിൽ നിന്ന് വളരെ വലിയ ധനലാഭങ്ങളും ഉണ്ടാകുന്നതാണ്. എന്നാൽ ശനിയുടെയും രാഹു കേതുക്കളുടെയും അനിഷ്ടഭാവത്തിലൂടെയുള്ള സഞ്ചാരം നിമിത്തം രോഗക്ലേശങ്ങളും കാര്യതടസ്സങ്ങളും യാത്രാ ദുരിതങ്ങളും മാനത്തിന് ഹാനി തുടങ്ങിയ അശുഭാനുഭവങ്ങളും ഉണ്ടാകും. ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും ശിവക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്. അടുത്തത് കന്നിക്കൂറ് നക്ഷത്രക്കാരായ ഉത്രം 2, 3, 4 പാദക്കാർക്കും അത്തം നക്ഷത്രക്കാർക്കും ചിത്തിര നക്ഷത്രം 1, 2 പാദങ്ങളിൽ ജനിച്ചവർക്കും ഈ കാലത്ത് ഇടപാടുകളിൽ നിന്നെല്ലാം നല്ല ധനലാഭങ്ങൾ ഉണ്ടാകും. മനസ്സിൽ ആഗ്രഹിക്കുന്നതായ എല്ലാ അഭീഷ്ടങ്ങളും സാധ്യമാകും. നല്ല സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. ചില ബഹുമതികൾ വന്നു ചേരും. നിലവിൽ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് സ്ഥാനം മാറാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. മനസ്സിന് നല്ല സന്തോഷവും ഉന്മേഷവും ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ ചന്ദ്രന് പക്ഷബലമില്ലാത്തവർക്ക് അന്യരിൽ നിന്ന് ചതിവ് പറ്റാനും കള്ളന്മാരുടെയും ശത്രുക്കളുടെയും ഉപദ്രവങ്ങളും സർക്കാരിൽ നിന്നോ ഭരണാധികാരികളിൽ നിന്നോ പിഴകളോ തത്തുല്യമായ മറ്റ് പീഡകളോ അനുഭവം ആകുകയും ചെയ്യും. യാത്രാ ദുരിതങ്ങളും മാനത്തിന് ഹാനിയും രോഗാരിഷ്ടതകളെയും കരുതി ഇരിക്കുകയും വേണം. ശുഭാനുഭവങ്ങൾക്ക് പുഷ്ടി ഉണ്ടാകുന്നതിനും അശുഭാനുഭവങ്ങൾ അനുഭവം ആകാതിരിക്കാനും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്. അടുത്തത് തുലാക്കൂറ് നക്ഷത്രങ്ങളായ ചിത്തിര 3, 4 പാദക്കാർക്കും ചോതി നക്ഷത്രക്കാർക്കും വിശാഖ നക്ഷത്രം 1, 2, 3 പാദങ്ങളിൽ ജനിച്ചവർക്കും ഇടപാടുകളിൽ നിന്ന് എല്ലാം നല്ല രീതിയിലുള്ള ധനലാഭങ്ങൾ ഉണ്ടാകും. നല്ല സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സാധ്യമാകുന്ന ഒരു സാഹചര്യം വന്നു ചേരും. ജീവിതത്തിൽ നല്ല അഭ്യുന്നതി ഉണ്ടാകുകയും ഉയർച്ച പ്രാപിക്കുകയും ചെയ്യുന്നതാണ്.
ബന്ധുജനങ്ങളിൽ നിന്ന് നല്ല സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകും. എന്നാൽ ജനന സമയത്ത് ചന്ദ്രൻ പക്ഷബലമില്ലാത്ത ജാതകർക്ക് ജനങ്ങളുമായി കലഹിക്കുവാൻ ഇടയാകുകയും കാര്യതടസ്സങ്ങളും ശത്രുശല്യങ്ങളും രോഗാതിപീഡകളും യാത്രാ ദുരിതങ്ങളും തുടങ്ങിയ അശുഭാനുഭവങ്ങൾ ഉണ്ടായേക്കാം. ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും ദേവീക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്. അടുത്തത് വൃശ്ചികക്കൂറ് നക്ഷത്രക്കാരായ വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് ഇടപാടുകളിൽ നിന്ന് എല്ലാം വളരെ വലിയ ധനലാഭങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ വലിയ ലാഭാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ബന്ധുജനങ്ങളിൽ നിന്ന് ഉയർന്ന നിലയിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും ഈ കാലത്ത് ലഭ്യമാകും. ജനന സമയത്ത് ചന്ദ്രന് പക്ഷബലമില്ലാത്ത ജാതകർക്ക് രോഗാരിഷ്ടതകളും ഇടപാടുകളിലെ ധനനഷ്ട സാധ്യതകളും ജീവിത പങ്കാളിയുമായി കലഹവും ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ശുഭഫലങ്ങൾ പുഷ്ടിയോടുകൂടി അനുഭവം ആകുന്നതിനും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമം ആണ്. അടുത്തത് ധനുക്കൂറ് നക്ഷത്രമായ മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് മനസ്സിൽ ആഗ്രഹിക്കുന്നതായ എല്ലാ കാര്യങ്ങൾക്കും നല്ല വിജയങ്ങൾ ഉണ്ടാകും. ചില സ്ഥാനമാനങ്ങൾ തേടിയെത്തുന്ന സമയമാണ്. ഇടപാടുകളിൽ നിന്ന് വളരെ വലിയ ധനലാഭങ്ങളും ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ശാന്തിയും ഒക്കെ ഉണ്ടാകും. രോഗികളായിരുന്നവർക്ക് രോഗശമനവും ശരീരം ആരോഗ്യാവസ്ഥയിലേക്ക് മടങ്ങി എത്തുകയും ചെയ്യും. യുവതീ യുവാക്കൾക്കും മറ്റും വിവാഹം തുടങ്ങിയ അഭീഷ്ടങ്ങളും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ വലിയ ലാഭാനുഭവങ്ങളും അനുഭവം ആകും. എന്നാൽ ചില അപവാദങ്ങൾ കേൾക്കാൻ ഇടയായി എന്ന് വരുന്നതാണ്. ജീവിത പങ്കാളിക്ക് ചില അശുഭാനുഭവങ്ങൾ വന്നു ഭവിക്കാനും ഇടയാകും. ശത്രുക്കളിൽ നിന്ന് ചില ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കരുതി ഇരിക്കേണ്ടതാണ്. ശുഭ അനുഭവങ്ങൾക്ക് നല്ല പുഷ്ടി ഉണ്ടാകുവാനും അശുഭഫലങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാനും മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്. അടുത്തത് മകരക്കൂറ് നക്ഷത്രക്കാരായ ഉത്രാടം 2, 3, 4 പാദക്കാർക്കും തിരുവോണ നക്ഷത്രക്കാർക്കും അവിട്ട നക്ഷത്രം 1, 2 പാദങ്ങളിൽ ജനിച്ചവർക്കും മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളുടെയും സാഫല്യവും എല്ലാ അഭീഷ്ടങ്ങളുടെയും ലാഭവും ശരീരത്തിന് നല്ല സുഖം ഉണ്ടാകുകയും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകുകയും എല്ലാ ഇടപാടുകളിൽ നിന്നും വളരെ വലിയ ധനലാഭങ്ങൾ ഉണ്ടാകുകയും കാർഷിക മേഖലയിൽ ഉള്ളവർക്ക് നല്ല ധനലാഭങ്ങളും അതുവഴി സാമ്പത്തികമായ അഭ്യുന്നതിയും തുടങ്ങിയ ശുഭ അനുഭവങ്ങളും യാത്രാ ദുരിതങ്ങളും ശത്രുക്കളുടെ ചില ഉപദ്രവങ്ങളും കാര്യതടസ്സങ്ങളും ചില രോഗാദി പീഡകളുടെ ഉപദ്രവങ്ങളും ഈ കാലത്ത് ഉണ്ടാകും. ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും ശാസ്താ ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമം ആണ്. അടുത്തത് കുംഭക്കൂറ് നക്ഷത്രക്കാരായ അവിട്ടം 3, 4 പാദക്കാർക്കും ചതയം നക്ഷത്രക്കാർക്കും പൂരുരുട്ടാതി നക്ഷത്രം 1, 2, 3 പാദങ്ങളിൽ ജനിച്ചവർക്കും ഇടപാടുകളിൽ നിന്ന് എല്ലാം വർദ്ധിച്ച തോതിലുള്ള ധനലാഭങ്ങൾ ഉണ്ടാകുന്നതാണ്.
ദീർഘനാളായി വിവാഹം ആഗ്രഹിച്ച് കാത്തിരുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളി ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. ദാമ്പത്യ സുഖം ഉണ്ടാകും. സാമ്പത്തിക അഭിവൃദ്ധിയും സമൃദ്ധിയും ഉണ്ടാകുന്നതാണ്. സ്വന്തമായി വീട് എന്ന സ്വപ്നവുമായി കാത്തിരുന്നവർക്ക് വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും. ഗൃഹനിർമ്മാണം പാതി വഴിയിൽ തടസ്സപ്പെട്ടിരുന്നവർക്ക് തടസ്സങ്ങൾ മാറി ജോലി പൂർത്തീകരിച്ച് വീട്ടിൽ താമസമാക്കുവാൻ സാധിക്കും. എന്നാൽ യാത്രാ ദുരിതങ്ങളും കള്ളന്മാരുടെ ശല്യങ്ങളും അഗ്നിഭയം, സ്വജനനഷ്ടം, ജനങ്ങളുമായി കലഹം തുടങ്ങിയ ദോഷാനുഭവങ്ങളെ കരുതി ഇരിക്കുകയും വേണം. ശുഭാനുഭവങ്ങളുടെ പുഷ്ടിക്കും അശുഭ അനുഭവങ്ങൾ അനുഭവം ആകാതിരിക്കാനും ശാസ്താക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്. അടുത്തത് മീനക്കൂറ് നക്ഷത്രക്കാരായ പൂരുരുട്ടാതി 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും ആയ നക്ഷത്രക്കാർക്ക് ഇടപാടുകളിൽ നിന്നെല്ലാം വളരെ മെച്ചപ്പെട്ട ധനലാഭ അനുഭവങ്ങളും, ദീർഘനാളായി വിവാഹം കാത്തിരുന്നവർക്ക് വിവാഹം സാധ്യമാകുകയും മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളി ജീവിതത്തിലേക്ക് കടന്നു വരികയും സാമ്പത്തികമായ ഉയർച്ചയും സമൃദ്ധിയും തുടങ്ങിയ ശുഭഫലങ്ങൾ ഉണ്ടാകും. അഗ്നിഭയം, സ്വജനനഷ്ടം, യാത്രാ ദുരിതങ്ങൾ, മാനഹാനി തുടങ്ങിയ അശുഭ അനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ള കാലമാണ്. അശുഭാനുഭവങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാനും ശുഭാനുഭവങ്ങൾ പുഷ്ടിയോടുകൂടി അനുഭവം ആകുന്നതിനും മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണവും ഏറെ ഉത്തമമാണ്. 2025 ഒക്ടോബർ മാസത്തിലെ എല്ലാ നക്ഷത്രക്കാരുടെയും നക്ഷത്ര ഫലങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹ പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാ സേവനങ്ങൾക്കും 9655232894 എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.